അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് കഴിഞ്ഞ ഹിജ്റ വർഷം 1446 റമദാൻ 6 നടത്തിയ വ്രതാനുഷ്ഠാന മാസം എന്ന പേരിലുള്ള ഖുതുബയുടെ പ്രസക്തമായ ഭാഗങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വ്രതാനുഷ്ഠാനം ഒരു പരിചയാണ്. നിങ്ങളിൽ ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ മോശവാക്കുകളൊന്നും പറയരുത്, മോശ പ്രവൃത്തി ഒന്നും ചെയ്യരുത്. ആരെങ്കിലും അവനെ ആക്രമിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്താൽ ഞാൻ വ്രതാനുഷ്ഠാനക്കാരനാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. വിശുദ്ധ മാസത്തിലെ റമദാൻ ആചരിക്കുമ്പോൾ, നോമ്പ് ആചരിക്കുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ്, നമ്മിൽ നിന്ന് നന്മയുടെ മാത്രം പ്രവാഹം ഉണ്ടായി വരണം. അതുപോലെ ക്ഷമ സംബന്ധമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഉപദേശിക്കുന്നു. റമദാൻ നമ്മെ ക്ഷമ പഠിപ്പിക്കുന്നു. നമ്മുടെ തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നല്ല നിലയിൽ നേരിടുവാൻ നാം ക്ഷമയുള്ളവരാകാൻ റമദാൻ നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തെ ശരിയായ നിലയിൽ നേരിടുന്നതിന് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ആയുധം, പിടിവള്ളി, ക്ഷമയാണ്. നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ക്ഷമയുടെ മാസത്തിലും, ക്ഷമയുടെ മാസം എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിലും പിന്നെ ഓരോ മാസത്തിലും 3 ദിവസം വീതം നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ നിരന്തരം നോമ്പ് പിടിച്ചതിന് തുല്യമാണ്. അപ്പോൾ ഒരു വർഷം മുഴുവൻ വ്രതാനുഷ്ഠാനത്തിലായിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന നസായി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത്. അതുപോലെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വ്രതാനുഷ്ഠാനം ക്ഷമയുടെ പകുതിയാണ്. വ്രതാനുഷ്ഠാനം എന്ന് പറയുമ്പോൾ നമ്മൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ശാരീരിക ഇച്ഛകളെ മാറ്റിവെച്ച് സർവ്വതും അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെയാണ് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത്.
അപ്പോൾ അത് ക്ഷമയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വ്രതാനുഷ്ഠാനം ക്ഷമയുടെ പകുതിയാണ്. അതുപോലെ നമ്മളിലുണ്ടായി വരേണ്ട മറ്റൊരു അതിവിശിഷ്ടമായ ഗുണമാണ് മാപ്പ്. എല്ലാ വർഷവും റമദാനിൽ വ്രതമനുഷ്ഠിക്കുവാൻ കഴിയുകയാണെങ്കിൽ നിസ്സംശയം അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. ഇത് മാപ്പ് ചോദിക്കുവാനുള്ള ഒരു പുതിയ അവസരം ലഭിക്കുകയാണ്. കുന്നുകൂടിയ പാപഭാരത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നതിനുള്ള ഒരവസരം തന്നെയാണ്. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് വിശ്വാസപൂർവം ആരാണോ വ്രതമനുഷ്ഠിക്കുന്നത് അവൻ്റെ മുൻകാല പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഒരു റമദാനിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ബോധപൂർവവും ബോധമില്ലായ്മയിലൂടെയും നാം പറഞ്ഞും പ്രവർത്തിച്ചും പോയ ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം മോചനം നേടുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന മാസമാണ്. അവൻ്റെ ശരീരം, അവൻ്റെ മനസ്സ്, അവൻ്റെ ഹൃദയം, അവൻ്റെ കൈകാലുകൾ, അവൻ്റെ കണ്ണുകൾ, അവൻ്റെ കേൾവിശക്തികൾ മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുന്ന മാസം തന്നെയാണ് റമദാൻ. അതുപോലെ സ്ഥാനക്കയറ്റം അഥവാ അഭിവൃദ്ധിപ്പെടൽ, മനുഷ്യന് പുരോഗതി ഉണ്ടാകണമല്ലോ. നമ്മുടെ ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് പല മടങ്ങ് പ്രതിഫലങ്ങൾ റമദാൻ നൽകുന്നു. പല രീതിയിലും നമ്മൾ നന്മയായ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ റമദാൻ മാസത്തിൽ നാം ധർമ്മ പ്രവർത്തനങ്ങൾ, ദാനധർമ്മ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിന് വളരെയധികം പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന മാസമാണ് റമദാൻ. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദം സന്തതികളുടെ ഓരോ നല്ല പ്രവൃത്തിക്കും പല മടങ്ങ് പ്രതിഫലങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ ഈ റമദാനിൽ നമ്മൾ ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ല. നമ്മുടെ ഓരോ നല്ല പ്രവൃത്തിക്കും പല മടങ്ങ് പ്രതിഫലങ്ങൾ നൽകുന്നതാണ്. ഒരു നല്ല പ്രവൃത്തിക്ക് 10 മടങ്ങ് പ്രതിഫലങ്ങൾ നൽകുന്നതാണ്. ഒരു പക്ഷേ അത് 700 ഇരട്ടി വരെയാകാം. അപ്പോൾ 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം. നമ്മളത് ഒരു 100 രൂപ ഒരാൾക്ക് സദക്ക ചെയ്താൽ, റമദാൻ മാസത്തിലാണ് നാം അത് ചെയ്യുന്നതെങ്കിൽ അതൊരു1000 രൂപ സദക്ക ചെയ്ത കൂലിയാണ്. കുറഞ്ഞ കാര്യമാണ് പറയുന്നത്. അത് 700 ഇരട്ടിയാണെങ്കിലോ 100 × 700 ഏതാണ്ട് 70,000 രൂപയോളം സദക്ക ചെയ്ത കൂലി. നാം അതിനെ ആ നിലയിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ഈ ദാനധർമ്മ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തയ്യാറാകേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹേ ആദം സന്തതികളുടെ ഓരോ നല്ല പ്രവൃത്തിക്കും പല മടങ്ങ് പ്രതിഫലങ്ങൾ നൽകുന്നതാണ്. ഒരു നല്ല പ്രവൃത്തിക്ക് 10 മടങ്ങ് പ്രതിഫലങ്ങൾ നൽകുന്നതാണ്. ഒരു പക്ഷേ അത് 700 ഇരട്ടി വരെയാകാം. അള്ളാഹു പറയുന്നു, വ്രതാനുഷ്ഠാനത്തിനൊഴികെ അത് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം ഞാൻ തന്നെയാണ് നൽകുന്നത്. മനുഷ്യൻ അവൻ്റെ ഇച്ഛകളും അവൻ്റെ ആഹാരവും എനിക്ക് വേണ്ടിയാണ് ഉപേക്ഷിച്ചത്. ഇതൊക്കെ ദാനധർമ്മ പ്രവർത്തനങ്ങളും നന്മയായ വാക്കുകളും നന്മയായ പ്രവർത്തനങ്ങളും എന്തിനേറെ നമ്മൾ ചെയ്യുന്ന, നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന ഒരു പുഞ്ചിരിക്ക് പോലും, നമ്മുടെ സന്താനങ്ങളുടെ നേരെ കാണിക്കുന്ന ഒരു സ്നേഹപ്രകടനത്തിന് പോലും, അടുത്തുള്ളവരും അകന്നവരുമായിട്ടുള്ള ആളുകളുടെ നേരെ നാം കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾക്കെല്ലാം 10 മുതൽ, ഒരു നല്ല പ്രവൃത്തിയാണെങ്കിൽ 10 മുതൽ 700 ഇരട്ടി വരെ കൊടുക്കുമ്പോൾ
വ്രതമനുഷ്ഠിക്കുന്നതിൻ്റെ കൂലി മാത്രം പറഞ്ഞിട്ടില്ല, അത് അള്ളാഹു ആണ് അതിൻ്റെ പ്രതിഫലം എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു വ്യക്തിക്ക് അള്ളാഹുവിനെ ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ പരിശുദ്ധമായ റമദാൻ. ഈ പ്രവാചക വചനങ്ങളൊക്കെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കൊണ്ടുവരുന്നതിന് പര്യാപ്തമായ നിലയിൽ നമ്മുടെ ദിനരാത്രങ്ങളെ മാറ്റുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അല്ലാഹു തആല നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലങ്ങൾ ഈ പരിശുദ്ധ റമദാനിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.